സുരഭിക്ക് ദേശീയ അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷത്തിലാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ. നാട്ടുകാരെല്ലാം തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അവർക്കെല്ലാം മധുരം കൊടുത്തുകൊണ്ടാണ് ഈ വീട്ടുകാർ സ്വീകരിക്കുന്നത്. അമ്മയും ഒപ്പം അമ്മുമ്മയും ചേച്ചിമാരും എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട്? ഒരു ദേശീയ അവാർഡാണ്, സംസ്ഥാന അവാർഡ് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ ദേശീയ മികച്ച നടിക്കുള്ള ഒരു അവാർഡ് വരുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. സന്തോഷവും സങ്കടവും എന്താ പെട്ടെന്ന് കേട്ടപ്പോൾ ഭയങ്കര ഞെട്ടിപ്പോയി. ഈ സുരഭി ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ടോ ആ സമയത്ത്? എന്താ ചെയ്യേണ്ടത്, ഏതാ അറിയേണ്ടത്, ആരാ വരും? ഞാൻ വിചാരിച്ച അവൾ വന്നിട്ട് വന്നാൽ മതി ചാനലുകാർ, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്താ ഞാൻ പറഞ്ഞത്. പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. എത്രയോ ആൾക്കാർ കൂടെ ഉള്ളതാണല്ലോ ദേശീയ അവാർഡ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും അതുകൊണ്ട് വിചാരിച്ചിട്ടില്ല. ഇപ്പം ഇങ്ങനൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു, അതിൽ ഉയർന്നിട്ടൊരു ദേശീയ അവാർഡാണ്. ഈ സിനിമ കണ്ടിട്ടുണ്ട്? എങ്ങനെ ഇതിൽ അഭിനയം? കണ്ടിട്ടുണ്ട്. ഒരു മകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിൽ അയച്ച അമ്മ വീട്ടിലും ഓരോരോ ഓഫീസിലൊക്കെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. എന്നിട്ട് ഈ പൈസ ഒക്കെ പിന്നെ കുടുംബം പറയാൻ പറ്റുമോ? ഞാൻ എന്നെ കാണിച്ചു തന്നതാണ്. അപ്പം ഈ കുടുംബം വീടും വരെ പണയം വെച്ചിട്ട് പൈസ വാങ്ങിക്കൊടുത്തിട്ട് മകള് വേറൊരാളെ കൂടെ ഒളിച്ചോടി പോകുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ എങ്ങനെ ഉണ്ടായിരുന്നു സുരഭിയുടെ അഭിനയം? ഞാൻ കരഞ്ഞുപോയി. സങ്കടം. അത് ആ സിനിമ കരച്ചില്ല. അതൊരു അനുഭവം പോലെ. ഈ അമ്മമ്മയാണ് സുരഭിയുടെ ഏറ്റവും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ചാലകശക്തി. അമ്മമ്മയുടെ ഒരു സന്തോഷം എങ്ങനെയാ ഇപ്പം? നല്ല സന്തോഷം, അറിയാൻ പറ്റാത്ത സങ്കടം കൊണ്ട് ഇന്ന് അറിഞ്ഞു. ഞാനിന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. അമ്മമ്മയാണ് ഡാൻസ് ഇതിന് അല്ലാണ്ട് തന്നെ ഞാൻ സാധാരണ പോയതാണല്ലോ. ഓളൊപ്പം പോകുമ്പോൾ പറയും എനിക്ക് പ്രാർത്ഥിക്കാൻ. ഇവിടെ പൂജാമുറിയൊക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മമ്മയാണ് ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നതിലൊക്കെ. ഓ, രാവിലെ പുലർച്ചെ വിളിച്ചോണ്ടിട്ട് ഞാൻ അവൾ അറിയാട് കടന്ന് ഉറങ്ങിച്ചോട്ടേന്ന് ഞാൻ സമ്മതിക്കാല പറഞ്ഞയക്കും. ചേച്ചിക്ക് എന്താ ഈ അവസരത്തിൽ പറയാനുള്ളത്? ഞങ്ങൾക്ക് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷെ അവളില്ലാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട്. ഈ ഒരു അവാർഡ് സമയത്ത് അവളിവിടെ വേണ്ടിയിരുന്നു, പക്ഷെ ദൂരമായി പോയതുകൊണ്ടുള്ളൊരു വിഷമത്തിലാണ്. പക്ഷേ ഈ അവാർഡ് സംസ്ഥാന അവാർഡ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. എന്തായാലും സംസ്ഥാന അവാർഡ് കിട്ടുമെന്നുള്ളത്. അതിൽ പക്ഷേ ഒരു ജൂറി പരാമർശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ നാഷണലിലേക്ക് വന്നപ്പോൾ പടം കണ്ടു. ആദ്യം ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. ആ പടം കണ്ടതിന് ശേഷമാണ് നാഷണൽ അവാർഡിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ സമയത്ത് എന്തായാലും അവൾക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പായിരുന്നു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൾക്ക് കിട്ടുമെന്നുള്ളത്. കാരണം ഇത്രയും കാലത്തെ അവളൊരു അധ്വാനം അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ചെറിയ ചെറിയ രംഗങ്ങൾ വരെ അവൾ അഭിനയിച്ചത് അത്രയ്ക്കും. ഞാൻ അവളോട് പറഞ്ഞു, 2 ദിവസത്തേക്ക് ഒരു കല്ല് ഹൃദയത്തിൽ ഇറക്കി വെച്ച പോലുള്ളൊരു അനുഭവമായിരുന്നു ആ പടം കണ്ടിറങ്ങിയ സമയത്ത്. വേറെ എല്ലാ പടത്തിലും ഞങ്ങൾക്ക് അവളെ കാണാമായിരുന്നു, സുരഭി എന്നുള്ള ആളെ കാണാമായിരുന്നു. പക്ഷേ ഈ പടത്തിൽ സുരഭിയെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, മറ്റൊരാളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കിട്ടുമെന്നുള്ളത്. അവൾ പറഞ്ഞു എനിക്ക് അവാർഡ് കിട്ടുമെന്ന് ഞാനല്ല പറയേണ്ടത്, പ്രേക്ഷകരാണ് പറയേണ്ടത്, അവാർഡ് കമ്മിറ്റിയാണ് പറയേണ്ടത്. അതുകൊണ്ട് അവൾക്ക് എല്ലാത്തിനോടും ഒരേ ഒരു രീതി, ഒരേ മൈൻഡിൽ പ്രതികരിക്കുന്ന ആളാണ് അവൾ. വിളിച്ചിരുന്നോ സുരഭി ഇത് അറിഞ്ഞതിന് ശേഷം? സുരഭി വിളിച്ച് എന്നോട് പറഞ്ഞ് ഫേസ്ബുക്കിലിടും, അവൾ ഗൾഫിലാണുള്ളത്, അതുകൊണ്ട് ഫേസ്ബുക്കിലിടുകയാണ്, അവിടെയാണുള്ളതെന്ന് പറഞ്ഞത്. ഇവിടെയൊക്കെ റെഡിയൊക്കെ ആക്കി വെക്കാൻ പറഞ്ഞ ചാനലുകാരൊക്കെ വരുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒരു പാത്തുവാണ് അമ്മ. MAT മൂസയിലൂടെ ജനപ്രിയമായതാണ്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? മീഡിയ വണ്ണിനോട് ചാനലിനോട് ഭയങ്കര നന്ദി. എന്താ പറയേണ്ടതെന്ന് അറിയില്ല എനിക്ക്. നന്ദി. ഞാൻ ആ മീഡിയ വണ്ണിൽ പോയതിന് ശേഷമാണ് ഇവിടെ വളരെ പ്രസക്തിയായത്. അല്ലാതെ ഇവിടെ അങ്ങനെ ആരും അറിയില്ല. ഒരു സീരിയലിലോ കഥയിലോ രാജകുമാരി അത് കണ്ടെങ്കിലായി. മറ്റേ മീഡിയ വണ്ണ് എവിടെ ചെന്നാലും പാത്തു എന്നുള്ളൊരിത്. പാത്തുവിൻ്റെ അമ്മയല്ലേ പാത്തു അല്ലേ പ്രശസ്തിയാക്കിയത് മീഡിയ വൺ ചാനലാണ്. മീഡിയ വണ്ണും ഈ എല്ലാവരോടും ചാനലിനോടും ഞങ്ങളെ കുടുംബമാണ് ഈ ചാനൽ മീഡിയ വൺ. നന്ദി പറയാണ്. മീഡിയ വണ്ണും ഈ നിമിഷം വളരെയധികം സന്തോഷമുള്ളതാണ്.